വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും 415 ആ ഒരു എപ്പിസോഡിൽ ബാലു മൊട്ടബാലുമായിട്ട് തിരിച്ചു വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊട്ടബാലു എന്തിനാണ് ബാലു ഉപ്പും മുളകിൽ വീണ്ടും മൊട്ടബാലുമായിട്ട് വരുന്നത് എന്നും അതിൻ്റെ റിയൽ റീസൺ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് തരാൻ പോകുന്നത്. ആദ്യം മൊട്ടബാലുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ സീസൺ 1 തൊട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു മൊട്ടബാലുവിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ബാലു ഒരു ഗുണ്ടയായിട്ട് സീസൺ 1 കുറച്ച് എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡുകളൊക്കെ വേറെ ലെവലാണെന്നാണ്, അതൊരു അത്രത്തോളം റിപ്പീറ്റഡ് വാല്യൂ ഉള്ളൊരു എപ്പിസോഡ് തന്നെയാണ്. കുറേ പേരുടെ മോസ്റ്റ് ഫേവറേറ്റ് എപ്പിസോഡും ആ ഒരു മൊട്ടബാലു എപ്പിസോഡ് തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അത്രത്തോളം ബാലു അതിൽ പെർഫോം ചെയ്ത് തള്ളിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ആവുകയെന്ന് വെച്ചാൽ, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം റെഡിയായി നിൽക്കുമ്പോൾ ബാലു പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് മുട്ടയും അടിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മൊട്ടബാലുമായിട്ട് ഒരു ഗുണ്ടയായിട്ട് കുറേ എപ്പിസോഡുകൾ കിടന്ന് അവിടെ നിന്ന് വിലസുന്നുണ്ട്. ആ ഒരു മൊട്ടബാലു എന്നുള്ളൊരു പേര് പോലും അത്രത്തോളം ഫേമസ് ആണ്. കാരണം സീസൺ 2 ആരംഭിച്ച് ഇത്രത്തോളം ആയിട്ടും ആ മൊട്ടബാലു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഗൂസ് ബംസ് മൊമെൻറ്റ് തന്നെയാണ്. മാത്രമല്ല സീസൺ 1ലും 2ലും മൊട്ടബാലു എന്ന പേരുണ്ട് എന്ന രീതിക്ക് തന്നെ കുറച്ച് എപ്പിസോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊട്ടബാലു എന്നുള്ള അത്രത്തോളം വെയിറ്റുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ബാലുവിൻ്റേത്. പക്ഷേ സീസൺ 2ൽ മൊട്ടബാലുവിൻ്റെ ഒരു റീ എൻട്രി കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതായത് ആ സീരിയലായിരുന്ന സമയത്തൊക്കെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് ബാലു. ആ ഒരു സമയത്തൊക്കെ ബാലു ഹൈമോദിയുടെയും റാംകുമാറുടെയും മുന്നിലേക്ക് ഇങ്ങനെ വെറുതെ തോറ്റുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മൊട്ടബാലു പോലത്തെ ഒരു ക്യാരക്ടറായിട്ട് ബാലു തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയം ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ 415 എപ്പിസോഡിലാണ് ബാലു വീണ്ടും ഒരു മൊട്ടബാലുമായിട്ട് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പോകുന്നത്. പക്ഷേ അത് വേഷത്തിൽ മാത്രമേ ആയിരിക്കുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും, അത് സീസൺ 1 ആ ഒരു ഗുണ്ട ലെവലിലൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ ബാലു എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് മൊട്ടബാലുവായിട്ട് മാറിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ബാലു ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്ന്. അതിൻ്റെ റീസൺ നമ്മൾ 1-2 റീസൺ നമ്മൾ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു റീസൺ ബാലു സിനിമേൻ്റെ തിരക്കുകളിലായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നുമല്ല ബാലു ഇത്രനാളും ഉപ്പുമുളകിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം. ബാലു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ബാലുവിൻ്റെ നെറ്റ് കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിടവ് നികത്താനായിട്ട് ബാലു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രത്തോളം ലീവ് എടുത്തുകൊണ്ടിരുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുട്ടയടിച്ചിട്ട് ഫ്രണ്ടിൽ പ്ലഗ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്തത് കൊണ്ടാണ് ബാലു ഇപ്പോൾ മുട്ടയായിട്ട് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ബാലുവിൻ്റെ ഇപ്പോഴത്തെ ഹെയർ ലൈൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പണ്ടത്തെയും ഇപ്പോഴത്തെയും ഭയങ്കര വ്യത്യാസമുണ്ട്. ബാലു ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് ശേഷമാണ് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ആ ഒരു വേഷം, അതായത് ആ ഒരു മുട്ടയടിച്ച വേഷം ഉപ്പുമുളകും സീസൺ 1 മൊട്ടബാലുമായിട്ട് അവർ അങ്ങനെ കണക്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ബാലു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതുകൊണ്ട് ഉപ്പുമുളകും ഫാൻസിന് ഉപകാരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു മൊട്ടബാലു അവതാരണം നമുക്ക് കാണാൻ സാധിച്ചു. ബാലു ഉപ്പുമുളകിൽ പുതിയ വേഷം ഇട്ടിട്ട് ഒരുപാട് നാളുകളായി. ഇപ്പോൾ അതിനുള്ളൊരു അവസരം ബാലുവിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ മൂലം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും ബാലു മുട്ടയടിച്ചിട്ട് മൊട്ടബാലുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് വേറെ ലെവലായിരിക്കും എന്നുള്ളത് കൺഫേം ആണ്. നിങ്ങൾക്ക് ഉപ്പുമുളകിൽ മൊട്ടബാലു എന്നൊരു ക്യാരക്ടർ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.